പണ്ഡിതന്മാരെ തെറി പറയാനും കുറ്റം പറയാനും വിമർശിക്കാനൊക്കെ സമയം നമ്മൾ ചിലവഴിക്കുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര ആൾക്കാരാണ് ഇസ്ലാമെന്ന് മുർത്തത്തായി പോയത്, നിങ്ങൾ കാഫറായി പോയി. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, രാവിലെ മൂമിനായി വീട്ടിൽ നിന്ന് കട്ടൻ ചായ കുടിച്ച് പുറത്തിറങ്ങുന്ന ഒരുപാട് മനുഷ്യന്മാർ ഖിയാമത്ത് നാൾ വരുമ്പോ വയംസി കാഫിറ, വൈകുന്നേരം ആകുമ്പോഴേക്ക് കാഫറായി പോകുന്നതാണ്. കാഫറാവാന്ന് പറഞ്ഞാൽ അവരറിയുന്നില്ല. എങ്ങനെയാണ്? പണ്ഡിതന്മാരെ ചീത്ത പറയുന്നു, റസൂലുള്ളാഹിനെ താറടിക്കുന്നു, മഹാന്മാരായ ആളുകളെ പരിഹസിക്കുന്നു. സുബ്ഹാനല്ലാഹ്. വളരെ ഗൗരവത്തിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കൊരു വിഷയത്തെക്കുറിച്ച് അറിവില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അറിയാത്ത കാര്യങ്ങൾ ജാഹിലീങ്ങൾ മനുഷ്യന്മാരെ വഴിതെറ്റിക്കാൻ വേണ്ടി പറയുന്നത് കേട്ടിട്ട് നമ്മൾ പറഞ്ഞ് നമ്മളെ ഈമാൻ ഫസാദാക്കരുതെന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മരിക്കുന്ന സമയത്ത് കലിമ ചെല്ലാൻ കിട്ടൂല കേട്ടോ. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. പണ്ഡിതന്മാരെയും ഔലിയാക്കളെയും ദീനിന് നേതൃത്വം നൽകുന്ന മഹാന്മാരെയും നമ്മൾ ആദരിക്കുകയാണ് വേണ്ടത്, ബഹുമാനിക്കുകയാണ് വേണ്ടത്. ആ നിലക്കുള്ള ഈമാൻ അല്ലാഹു നമുക്ക് തരട്ടെ. ഔലിയാക്കന്മാരെ നമ്മൾ മഹബത്ത് വെക്കണം. ഔലിയാക്കന്മാരുടെ ദേഷ്യം വെക്കുന്നവരും അവരെ ഇൻസൾട്ട് ചെയ്യുന്നവരും അല്ലാഹു അവരുടെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ്. അള്ളാഹ് യുദ്ധം പ്രഖ്യാപിച്ച ആളുകളാണ് മുജാഹിദ് ജമാഅത്തും. പിന്നിപ്പോ നമ്മൾ അവരോട് സലാം പറയാത്തതിന്റെ പേരിൽ എന്തിനാ നിങ്ങൾക്ക് വിഷമം? വൈദേശിക തങ്ങൾ കാഫറാണെന്നും വൈദേശിക തങ്ങൾ ശങ്കരാചാര്യന്റെ മുരീദാണെന്നും എഴുതിയ വഹാബിനോട് അള്ളാഹ് യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ലേ? പിന്നെ നമ്മളൊരു ചെറിയ ഒരു എതിർപ്പ് പറയുമ്പോഴേക്ക് അത് ഓവറായി പോയി എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാം ഓവറാണ്, എല്ലാം ഓവറായി തോന്നും. ഇസ്ലാമിന്റെ ഓരോ കാര്യവും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അൽഹംദുലില്ലാഹ്, വളരെ വളരെ സന്തോഷം തോന്നുകയാണ്. 3-4 ഒരാഴ്ചയോളം നീണ്ടുനിന്ന ഉറൂസിന് ഇന്നിവിടെ സമാപനം കുറിക്കുമ്പോ ഔലിയാക്കന്മാരുടെ ഹദറത്തില് ഒരല്പസമയം ഇവിടെ ഒരുമിച്ചുകൂടി നമ്മൾ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ അള്ളാഹിനോട് പറയാൻ വേണ്ടി വന്നിരിക്കുന്ന മുഅ്മിനീങ്ങളെ, നിങ്ങൾ ബഹുമാനപ്പെട്ട പേരുടെ ഉസ്താദിന്റെ വാഴ്ന്നു കേട്ട് ഒരുപാട് പണ്ഡിതന്മാർ ഒരുമിച്ചുകൂടി സദസ്സിൽ പങ്കെടുത്തു. ഇനി ഞാനും നിങ്ങളൊക്കെ ഈ ഉറൂസ് കഴിഞ്ഞ് ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോ ഒരു പുതിയ മനുഷ്യനാവണം. പുതിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാവണം, സ്വാലിഹീങ്ങളോട് മഹബ്ബത്തുണ്ടാവണം, ഒരാളെക്കുറിച്ചും അനാവശ്യമായി പറയാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരു കല്ലെടുത്തിട്ട് വായിൽ വെക്കാറുണ്ടായിരുന്നു എന്നാണ്. എന്താ കാരണം? ജനങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നതിനൊക്കെ ചിലപ്പോൾ മറുപടി പറയുമ്പോൾ ചിലപ്പോൾ ഗീബത്ത് പറയേണ്ടി വരും, ചിലപ്പോൾ നമീമത്ത് പറയേണ്ടി വരും. അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി ഒരു കല്ലെടുത്ത് മുമ്പിൽ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഒരു കല്ലെടുത്ത് വായിൽ വെക്കാറുണ്ടായിരുന്നു എന്നാണ്. അത്രയും സൂക്ഷ്മത ഉണ്ടായിരുന്നു പണ്ഡിതന്മാർ. നാവ് എന്ന് പറയുന്നത് ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദാക്കുന്ന സാധനങ്ങളാണ്, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞതുപോലെ ഒരു പണ്ഡിതനോടുള്ള അസൂയ കൊണ്ട് അള്ളാന്റെ ഹബീബിനെ കുറിച്ച് പോലും പറയാൻ പാടില്ലാത്തത് ഇവിടെ പറഞ്ഞുപോയി. വേദന തോന്നുകയാണ്. വിദേഹത്തുകാരും അല്ലെങ്കിൽ യുക്തിവാദികളും പറഞ്ഞതിലല്ല നമുക്ക് വിഷമം. അവരൊക്കെ പറയാൻ കാരണാരാണ്? പഴയ കാലത്തൊക്കെ യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും റസൂലുള്ളാഹിന്റെ ശരീരത്തെക്കുറിച്ച് ബോഡി വേസ്റ്റ് എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. മുസ്ലിം ചെറുപ്പക്കാർ പ്രതികരിക്കുകയായിരുന്നു. ഇന്ന് അവർക്ക് ധൈര്യം കിട്ടിയത് എന്തുകൊണ്ടാ? ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന വിദേഹത്തുകാർ ആദ്യം എഴുതി റസൂലുള്ള ബോഡി വേസ്റ്റ് ആണെന്ന്. നിങ്ങൾ ചിന്തിച്ചു നോക്ക് സുഹൃത്തുക്കളെ, വേദനയില്ലേ നമുക്ക്? എവിടെയാണ് ഈ സങ്കടം നമ്മൾ പറയുക? ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഈ വിദഅത്തുകാർ ഇവർ വളർന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് യുക്തിവാദികളോടും നിരീശ്വരവാദികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രബോധനം വായിച്ചിട്ട് മതം പറയാൻ പാടില്ല. നിങ്ങൾ മുജാഹിദിന്റെ പത്രം വായിച്ച് ഇസ്ലാമിനെ പറയരുത്. ഇസ്ലാമിനെ നിങ്ങൾ പറയേണ്ടത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ, അവരുടെ വാക്കുകൾ, അവരുടെ എഴുത്തുകൾ, അവരുടെ വരകൾ, അത് കണ്ടു പഠിച്ചു മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മതം പറയാവൂ. അത് മാത്രമാണ് യഥാർത്ഥ മതം. ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. സഹോദരന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഈ ഔലിയാക്കന്മാരൊക്കെ ലോകത്ത് ദീൻ പ്രചരിപ്പിച്ച മഹാന്മാരാണ്. ഔലിയാക്കന്മാർ ദീൻ പ്രചരിപ്പിക്കാൻ അവര് വഅ്ള് പറഞ്ഞോളണമെന്നില്ല, പ്രസംഗിച്ചോളണമെന്നില്ല. അവര് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇബാദത്ത് ചെയ്തൊരു മൂലയിൽ ഇരുന്നാൽ തന്നെ മതി, കുറെ ആളുകൾ അവരെ കാണാൻ വേണ്ടി വരും. അവരെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ടടാ നീ ഇന്നാലിന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം, ഇന്നാലിന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. അങ്ങനെ കൽബ് നോക്കിയിട്ട് മറുപടി പറഞ്ഞു. അള്ളാഹിന്റെ റസൂൽ അങ്ങനല്ലേ മറുപടി പറഞ്ഞത്? ഒരാള് വന്നിട്ട് ചോദിച്ചു, നബിയെ അയ്യുൽ അഅ്മാലി അഫ്ളൽ യാ റസൂലല്ലാഹ്, നബിയെ ഇസ്ലാമിലെ ഏറ്റവും മുന്തിയ അമലേതാ? അപ്പൊ ഈ മനുഷ്യന് മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ആളാണ് റസൂലുള്ളാഹിക്ക് അറിയാം, അയാളെ കൽബ് കണ്ടാ അറിയാം.
നബി പറഞ്ഞു ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ് ഇസ്ലാമിൽ ഏറ്റവും മുന്തിയ അമൽ. കണ്ടോ? വേറൊരാൾ വന്നിട്ട് പറഞ്ഞു നബിയെ അയ്യുൽ അമാലി അഫ്ളൽ യാ റസൂലല്ലാഹ്, ഇസ്ലാമിൽ ഏറ്റവും മുന്തിയ അമൽ ഏതാ? റസൂലുള്ളാഹിക്ക് അറിയാം ഇയാള് അയൽവാസികളോട് അല്ലെങ്കിൽ അതിഥികളെ സൽക്കരിക്കാത്ത ആളാണ്. റസൂലുള്ളാഹി പറഞ്ഞു ഇസ്ലാമിൽ ഏറ്റവും പുണ്യമുള്ള അമല് ഫൽയുക്രിം ലൈഫഹു, അതിഥിയെ സൽക്കരിക്കലാണ്. കണ്ടോ? വേറൊരാളെയാണ് നിസ്കരിക്കാത്ത മനുഷ്യനാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു ഇസ്ലാമിൽ ഏറ്റവും പുണ്യമുള്ള അമല് അസ്സലാത്തു ഫീ ജൗഫിൽ ലൈൽ, അർദ്ധരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കലാണ്. അപ്പൊ റസൂലുള്ളാഹി ഉൾപ്പെടെ ഔലിയാക്കളൊക്കെ കൽബ് നോക്കിയിട്ട് കൽബിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന മാലിന്യങ്ങളെ കഴുകി വൃത്തിയാക്കി അവരെ ഹൃദയം ശുദ്ധിയാക്കി അവരെ ദീനിന്റെ മാർഗത്തിലേക്ക് കൈപ്പിടി ഉയർത്തിയ മഹാന്മാരാണ്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്ന സഹോദരന്മാരെ, നിങ്ങൾ എല്ലാ ദിവസവും ഔലിയാക്കന്മാരെ പേരിൽ ഒരു യാസീൻ ഓദിക്കോ. ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് വലിയുല്ലാഹി തങ്ങൾ ഉൾപ്പെടെ, മഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ, ബഹുമാനപ്പെട്ട മഹാന്മാരായ ബദരീങ്ങൾ ഉൾപ്പെടെ എല്ലാ ഔലിയാക്കന്മാരെ പേരിലും ഒരു യാസീൻ നിങ്ങൾ ദിവസം പതിവാക്കിക്കോ. ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൈപിടിക്കാൻ ഔലിയാക്കന്മാരുടെ ഒരു കൈയുണ്ടാകും. ഒരു യാസീൻ ഓതാൻ നമുക്കറിയില്ലേ, ഒരു 3 ഫാത്തിഹെങ്കിലും ആ മഹാന്മാരെ പേരിൽ സുബഹി നിസ്കരിച്ച് ഓതിക്കോ. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞൊരു 3 ഫാത്തിഹ ഓതിക്കോ. റസൂലുള്ളാഹി ഉൾപ്പെടെ എല്ലാ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മഹാന്മാർ അവരും നമ്മളും തമ്മിലൊരു കണക്ഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. രണ്ടാമത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ആ ഔലിയാക്കന്മാര് മുഴുവൻ നമുക്ക് പരിചയപ്പെടുത്തി തന്ന് അവർ ത്യാഗം ചെയ്ത് വളർത്തിയെടുത്ത പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്താനും അത് പ്രചരിപ്പിക്കാനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമയം കണ്ടെത്തണം. അങ്ങനെ നല്ല മനുഷ്യരായി ജീവിച്ചു മരിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി, അൽഹംദുലില്ലാ നമ്മുടെ ഹൃദയത്തിൽ ആരെങ്കിലും കുറിച്ച്, പണ്ഡിതന്മാരെ കുറിച്ചോ മഹാന്മാരെ കുറിച്ചൊക്കെ മോശമായ ആരുടെങ്കിലൊക്കെ പ്രസംഗം കേട്ടിട്ട് ആരെങ്കിലും താറടിക്കുന്ന, റസൂലുള്ളാഹിനെ മോശപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന വല്ലതും സംസാരത്തിലോ ചിന്തയിലോ വന്നുപോയെങ്കിൽ തൗബ ചെയ്യാനുള്ള അവസരമാണ്. അങ്ങനെ ഹൃദയം നന്നാക്കി ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഔലിയാക്കന്മാരുടെ പിന്നിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുന്നേറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് മാത്രം ഈ അവസരത്തിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തി. ഇനി ഇൻഷാ അല്ലാഹ് സമാപന സമയമായിട്ടുണ്ട്. ഒരു ഫാത്തിഹ ഓതി നമുക്ക് എല്ലാവർക്കും ദുആ ചെയ്ത് പിരിഞ്ഞു പോകാം. ഒരുപാട് ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മഖാമിൽ ഇവിടെ വന്ന് ഇവിടുത്തെ മജ്‌ലിസിൽ പങ്കെടുത്ത് നേർച്ച നേർന്നു, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു, സംഭാവന നൽകി. എല്ലാ ആളുകളുടെയും ഉദ്ദേശങ്ങൾ അർഹമുർ റഹീമിനായ അല്ലാഹുവിന് അറിയാം. അല്ലാഹു തആല ഒന്നും ഖായിബാക്കാതിരിക്കട്ടെ, ഒന്നും അല്ലാഹു വെറുതെ ആക്കാതിരിക്കട്ടെ. അല്ലാഹുവേ നീ ഒക്കെ സ്വീകരിക്കണം തമ്പുരാനെ, ഒക്കെ കബൂലാക്കണമല്ലാ. ഞങ്ങളെ ഖായിബാക്കല്ല റബ്ബേ, വെറുതെ ആക്കല്ല അല്ലാ. നീ ഞങ്ങളെ ഏറ്റെടുക്കണമല്ലാ, ഞങ്ങളെ ഏറ്റെടുക്കണമല്ലാ. പടച്ച റബ്ബേ, നീ ഞങ്ങളെ ഏറ്റെടുത്താ ഞങ്ങൾക്ക് ആരും വേണ്ടല്ലോ, നീ മതി. അല്ലാഹുവേ നീ ഞങ്ങളെ ഏറ്റെടുക്കണമല്ലാ, ഞങ്ങളെല്ലാ വിഷയങ്ങളും നീ ഏറ്റെടുക്കണമല്ലാ. നീ ഞങ്ങളെ നന്നാക്കണം തമ്പുരാനെ, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണം തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇനി ഫാത്തിഹ നമുക്ക് ദ്വാരക്കാവുന്നതാണ്. ബഹുമാനമുള്ളവരെ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്തോടുകൂടെ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളുടെയും മഹാനരായ പേരോട് ഉസ്താദിന്റെയും അതിമഹത്തായ ഉപദേശ നിർദ്ദേശങ്ങളാണ് ഇവിടെ വെച്ച് നമുക്ക് നൽകപ്പെട്ടത്. നമ്മൾ ഈ സദസ്സിൽ നിന്ന് കേട്ട എല്ലാ ഹൈറായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും വർജിക്കേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തി അല്ലാഹുവിന്റെ ഔലിയാക്കളെ സ്മരിച്ചുകൊണ്ട് നല്ലൊരു ജീവിതം നയിക്കാനുള്ള, ഒരു പരലോകം രക്ഷപ്പെടാനുള്ള
ഖൈറായ ഒരു അമലായി അള്ളാഹു നമ്മുടെ പക്കൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദവറുകൾക്കും സയ്യദ് തുറാബ് തങ്ങളവറുകൾക്കും നന്ദി രേഖപ്പെടുത്തുകയും അതുപോലെ തന്നെ ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും താജുൽ ഇസ്ലാം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിക്ക് വേണ്ടി നന്ദി അറിയിക്കുകയും ഇൻഷാ അള്ളാഹ് ബാങ്ക് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ജമാഅത്തായി പള്ളിയിൽ വെച്ച് നിസ്കാരം നടക്കുകയും നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇതേ മുറ്റത്ത് വെച്ചുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് കൂടുകയും മഹാന്മാരായ ഔലിയാക്കളുടെ പേരിൽ ഇവിടെ ഉണ്ടാക്കിയ ബർക്കത്തിന് വേണ്ടിയുള്ള ചീരണി എല്ലാവരും സ്വീകരിച്ചുകൊണ്ട് പോകണമെന്ന് നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് ഇനി അടുത്തായി നടക്കുന്നത് ദുആയാണ്. അതിലെല്ലാവരും സംബന്ധിക്കണമെന്ന് അറിയിക്കുകയാണ്. ഇലാ ഹദ്റത്തു നബീന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി